ഏർലി പ്രഗ്നൻസി സ്കാനിൽ കാണുന്ന ഫൈബ്രോയിഡ് അത് പ്രശ്നം ഉള്ളതാണോ അല്ലയോ എന്നുള്ളത് കുറേ പേർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. ഹായ്, ഞാൻ ഡോക്ടർ നേത്ര, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് അറ്റ് കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. യൂഷ്വലി ഇത് അസിംപ്റ്റമാറ്റിക് ആയിരിക്കും, അതായത് ഇൻസിഡൻ്റലി കാണുന്നത്. മുമ്പ് യാതൊരുവിധ അതിനോട് റിലേറ്റഡ് ഒരു സിംറ്റംസോ ബ്ലീഡിങ് ഇഷ്യൂസോ ഒന്നുമില്ലാതെ തന്നെ ആദ്യത്തെ സ്കാനിൽ കാണുന്ന ഒന്ന് ആയിരിക്കും ഇത്. അങ്ങനെയുള്ളവ യൂഷ്വലി സൈസ് ചെറുതാണെങ്കിൽ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കാറില്ല. എന്നാൽ യൂഷ്വലി നമ്മുടെ പ്രഗ്നൻസി റിലേറ്റഡ് ഹോർമോൺസിൻ്റെ എഫക്റ്റ് കാരണം ഈ ഫൈബ്രോയിഡുകൾ ചിലതെല്ലാം വലുതാകുവാനുള്ള സാധ്യത ഉണ്ട്. ചിലതാകട്ടെ അതേ സൈസിൽ റിമെയിൻ ചെയ്യാനും സാധ്യത ഉണ്ട്. ഇപ്പം ചെറിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ അത് യൂഷ്വലി പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കില്ല. എന്നാൽ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് സൈസ് കൂടും തോറും അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസിയിൽ ഉണ്ടാകാം. ഉദാഹരണത്തിന് അത്യാവശ്യം വലിയ വലിപ്പമുള്ള ഫൈബ്രോയിഡ് ആണെങ്കിൽ അത് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് അറയിലേക്ക് തള്ളി നിൽക്കുന്ന സബ്മ്യൂക്കസൽ ഫൈബ്രോയിഡ് ആണെങ്കിൽ അബോർഷൻ റിസ്കുകളുണ്ട്. ഇപ്പം പ്രഗ്നൻസിയുടെ ലാസ്റ്റിലേക്ക് ഇപ്പം ലോവർ പാർട്ട് യൂട്രസിൻ്റെ ലോവർ പാർട്ടിലാണ് ഫൈബ്രോയിഡ് ഉള്ളതെങ്കിൽ, ലോവർ സെഗ്മെൻറ്റ് യൂട്രസിൽ ഉള്ള ഫൈബ്രോയിഡ് ആണെങ്കിൽ അത് ഹെഡ് ഇറങ്ങാനുള്ള പ്രയാസം ഉണ്ടാക്കാം. മാൽ പൊസിഷൻ, അതായത് കുട്ടിയുടെ പൊസിഷൻ സെഫാലിക് അല്ലാതെ മറ്റ് പൊസിഷനിലേക്ക് തിരിയാനുള്ള സാധ്യത ഉണ്ടാക്കാം. തല ഇറങ്ങാതെ വേണ്ടി വന്നാൽ നമ്മൾ സിസേറിയൻ ചെയ്യേണ്ട ഒരവസ്ഥ വന്നേക്കാം. അത്യാവശ്യം വലുപ്പമുള്ള ഫൈബ്രോയിഡ് ആണെങ്കിൽ ചില ആൾക്കാർക്ക് ഡെലിവറിക്ക് ശേഷം ബ്ലീഡിങ് അമിതമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും പ്ലാസെൻറ്റ പൂർണ്ണമായിട്ടും പോരാതെ ഉള്ളിൽ തന്നെ നിൽക്കാനുള്ള ഒരു ചാൻസും ഉണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഫൈബ്രോയിഡ് ആണെങ്കിൽ വേണ്ടി വന്നാൽ നമ്മൾ സിസേറിയൻ ചെയ്യേണ്ടി വന്നേക്കാം. സിസേറിയൻ ചെയ്യുമ്പോൾ യൂട്രസിൻ്റെ പുറത്തുള്ള ഫൈബ്രോയിഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻസിഷൻ സൈറ്റിലുള്ള ഫൈബ്രോയിഡ് ആണെങ്കിൽ യൂഷ്വലി നമ്മൾ സിസേറിയൻ്റെ കൂടെ തന്നെ റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രഗ്നൻസിയിൽ കാണുന്ന എല്ലാ ഫൈബ്രോയിഡും പ്രശ്നക്കാരാണെന്ന് വിചാരിക്കേണ്ട. ചില ഫൈബ്രോയിഡ് അസിംപ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ലാസ്റ്റ് വരെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. ചില ഫൈബ്രോയിഡ് മാത്രമാണ് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും ചില ആൾക്കാർക്ക് പ്രഗ്നൻസിയിൽ പെയിൻ, ഫീവർ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ റെഡ് ഡീജനറേഷൻ, അതായത് ഫൈബ്രോയിഡിലേക്കുള്ള രക്തയോട്ടം വ്യത്യാസം വരുമ്പോൾ റെഡ് ഡീജനറേഷൻ ഉള്ള കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇതെല്ലാം നമുക്ക് സിംറ്റമാറ്റിക് ആയിട്ട് സപ്പോർട്ടീവായിട്ട് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. താങ്ക് യു.